1983 ഞാൻ ബഹറിനിലേക്ക് വരുന്നത്. അപ്പോൾ ബഹറിൽ വരുന്നതിന് മുമ്പേ ഞാൻ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു. അപ്പോൾ ഒരു വലിയ കുടുംബത്തിൻ്റെ അത്താണി എന്ന നിലയിൽ കുടുംബത്തോട് നീതി പുലർത്താൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഗൾഫിലേക്ക് പറിച്ചു നടേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ സാംസ്കാരിക സംഘടനകളൊന്നും ഉണ്ടായിരുന്നില്ല. ബഹ്റിൻ കേരളീയ സമാജം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പുരോഗമന സാംസ്കാരിക സംഘടന ഇവിടെ ഉണ്ടായിരുന്നില്ല. 1984 അറബ് ഇൻഡോ കൾച്ചറൽ അസോസിയേഷൻ എന്നൊരു സംഘടന ഇവിടെ രൂപീകൃതമായത്. ഞാൻ ഉൾപ്പെടെയുള്ള 11ഓളം ആളുകൾ ചേർന്നുകൊണ്ട്. ആ 11 ആളുകളിൽ 10 പേരും വിവിധ കാലങ്ങളിലായി പ്രവാസം അവസാനിപ്പിച്ചു നാട്ടിലേക്ക് പോയി. ഇപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ബഹ്റിനിലുള്ളൂ. അപ്പോൾ തുടർന്ന് ഈ അറബ് ഇൻഡോ കൾച്ചറൽ അസോസിയേഷൻ പ്രതിഭ എന്ന സാംസ്കാരിക സംഘടനയായി രൂപപ്പെടുകയും അത് ബഹ്റിനിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സകലമാന ജനതയുടെയും ഒരു പ്രതീക്ഷയായി വളർന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തെ അനുഭവം. ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 2 മുതൽ 6 വരെ മധുരയിൽ വെച്ച് ചേർന്ന പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസ്സിലേക്ക് ഞങ്ങൾക്കും ഒരു പ്രതിനിധിയെ അയക്കാനുള്ള അവസരം കൈവന്നത്. അങ്ങനെ വന്നപ്പോൾ ആ പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുത്ത ഏറ്റവും അഭിമാനകരമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഗൾഫ് പ്രവാസത്തിലെ അല്ലെങ്കിൽ ഗൾഫ് സാംസ്കാരിക പ്രവർത്തനത്തിൽ ആദ്യമായി ലഭിച്ചിട്ടുള്ള ഒരവസരമാണ് ഈ പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇന്ത്യ രാജ്യത്തിലെ 28ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പ്രതിനിധികളോടൊപ്പമാണ് ബഹ്റിൻ പ്രതിഭയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്നെയും അവിടത്തേക്ക് അയക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഒരു വലിയ അനുഭവമാണ് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. രാജ്യത്തിൻ്റെ ഒരു പൊതുവായ ചിത്രം അവിടെ ദർശിക്കാൻ വേണ്ടി സാധിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആന്ധ്രയിലെയും തുടങ്ങി 28ഓളം വരുന്ന സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതാക്കന്മാരുടെ ഒരു പ്രാതിനിധ്യമാണ് പാർട്ടി കോൺഗ്രസ്സിലുണ്ടായത്. 730ഓളം പ്രതിനിധികളും 70ഓളം ക്ഷണിതാക്കളും അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ പാർട്ടി കോൺഗ്രസ് ഇന്ത്യ മാത്രമല്ല ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു സമ്മേളനമാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എങ്ങനെയാണ് ഇടപെടാൻ വേണ്ടി പോകുന്നത് എന്ന ജിജ്ഞാസയോടുകൂടിയാണ് ലോകം ഈ പാർട്ടി കോൺഗ്രസ്സിനെ കണ്ടിട്ടുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത്രമാത്രം മാധ്യമങ്ങളുടെ ഒരു പടയാണ് ആ പാർട്ടി കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ CPMൻ്റെ പാർട്ടി കോൺഗ്രസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. പാർട്ടി എന്നത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ഏറ്റവും ചെറിയ ഒരു പാർട്ടിയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കാണുന്നതിലും ജനാധിപത്യ മതേതര ശക്തികളെ ഒന്നിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിലും CPM വഹിക്കുന്ന പങ്ക് അസാമാന്യമായിട്ടുള്ള ഒരു നേതൃത്വ പാടവമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം തകരാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഫെഡറലിസം തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മതേതരത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തിലെ ഭരണകൂടത്തെ വിലയിരുത്തുന്നതിൽ പോലും CPM വേറിട്ട ഒരു കാഴ്ചപ്പാട് കാണുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുമ്പോൾ ഇതൊരു ഫാസിസ്റ്റ് സംഘടനയല്ല എന്ന് CPM മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ കാരണം ഫാസിസം എന്ന് പറയുന്നത് എല്ലാ ക്രൂരതകളുടെയും ആകത്തുകയാണ്. അപ്പോൾ തീർച്ചയായും ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റലിയുടെ, ഫ്രാൻസിൻ്റെ, ജർമ്മനിയുടെ ഒക്കെ ഭരണാധികാരികളായിരുന്ന ഹിറ്റ്ലറും മുസോളിനിയും ഫ്രാങ്കോവിൻ്റെയും ഒക്കെ ഒരു കാലത്തെ പോലെ അല്ല ഇന്ന് ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ ഒരു നേരിയ കണിക തിരഞ്ഞെടുപ്പ് എന്നത് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഒരു ഫാസിസ്റ്റ് ആണ് എങ്കിൽ ഇതൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഒരു ഫാസിസ്റ്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെങ്കിൽ, ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണെങ്കിൽ പാർട്ടി കോൺഗ്രസ് നടക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിൽ അതിനെ വിലയിരുത്തുന്നതിൽ പോലും പാർട്ടി
വളരെ കൃത്യമായ അളന്ന് തൂക്കി അഭിപ്രായം പറയുക എന്നൊരു നില സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 5 ദിവസം ഏപ്രിൽ മാസം 2 മുതൽ 6 വരെ മധുരയിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസ് എന്നത് മധുരതരമായിരുന്നു എന്ന് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പം എന്നെപ്പോലുള്ള ഒരു പ്രവാസി ജീവിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സാധാരണക്കാരനായിട്ടില്ല എനിക്ക് ആ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ ഒന്നായി ഞാൻ കാണുന്നു. ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ആ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുക എന്നതൊക്കെയാണ്. സമ്മേളനങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ്, പ്രതിനിധിയായി പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രതിനിധിയായി പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഗൾഫിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള ഞങ്ങൾ 2 പേര്, ഗൾഫിൽ നിന്ന് 2 പേരാണ്, GCCയിൽ നിന്ന് 2 പേരാണ് പങ്കെടുത്തത്. ഒന്ന് ദുബായിൽ നിന്ന് എൻ്റെ സുഹൃത്ത് കുഞ്ഞു മുഹമ്മദും, ബഹ്റിൽ നിന്ന് ഞാനും. അപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം പോലും പാർട്ടി കോൺഗ്രസ് അനുവദിച്ചു തന്നു എന്നുള്ളതാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ സമയം ക്രമീകരിച്ച് നൽകുമ്പോൾ ഞങ്ങൾക്കും സംസാരിക്കാനൊരു അവസരം നൽകി. ഞാനതിൽ 5 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് അതിനേക്കാളേറെ മധുരതരമായി തോന്നി എന്നതാണ്. സംഘടനാപരമായി പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലും അതുപോലെ പാർട്ടിക്ക് ശക്തിയുള്ള പല സ്ഥലങ്ങളിലും പാർട്ടി കോൺഗ്രസ്സൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് പോലെയുള്ള അല്ലെങ്കിൽ മധുര പോലെയുള്ള ഒരു സ്ഥലത്ത്, വലിയ സംഘടനാ ശേഷിയൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് എത്ര ശക്തമായിട്ടാണ് ഒരു പാർട്ടി കോൺഗ്രസ് നടന്നത് എന്നത് എന്നെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സംഘാടനവും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ആതിഥ്യവും ഒക്കെ വെച്ച് നോക്കിയാൽ വളരെ നല്ല നിലയിലുള്ള ഒരു പാർട്ടി കോൺഗ്രസ്സാണ് 24ാം പാർട്ടി കോൺഗ്രസ് എന്നത് വലിയ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. ജീവസന്ധാരണത്തിനായി ഈ പവിഴദ്വീപിൽ എത്തിച്ചേർന്നിട്ടുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിന് തുറന്നു വെച്ച ഒരു മണ്ണാണിത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രമാത്രം സ്വാതന്ത്ര്യവും അത്രമാത്രം സന്തോഷവും പകരുന്ന ഒരു സാംസ്കാരിക മേഖലയാണ് യഥാർത്ഥത്തിൽ ഈ പവിഴദ്വീപ്. ഒരുപാട് സംഘടനകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ജാതി സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്, അലുമിനി സംഘടനകളുണ്ട്, മുഖ്യധാര കേരളീയ സമാജം പോലെയുള്ള മുഖ്യധാര സംഘടനകളുണ്ട്, ഞങ്ങളെപ്പോലെയുള്ള പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനങ്ങളുണ്ട്. ഇതൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള മഹിമ ഈ ഈ ഈ ഈ പവിഴദ്വീപിൽ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കഴിവുകൾ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം ലോകത്തിൻ്റെ ഭൂപടത്തിലൊന്നും നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നാണ്. എന്നാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തനം, അവരുടെ സത്യസന്ധത, അവരുടെ സാമൂഹ്യ ബോധം, അവരുടെ പ്രതിബദ്ധത, ഇതൊക്കെ തന്നെ എത്തിച്ചേരുന്ന പ്രവാസ മണ്ണിൽ നമുക്ക് വലിയ അംഗീകാരം നേടിത്തരുന്നു എന്നുള്ളതാണ്. മലയാളി എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ നാട് നമുക്ക് നൽകിയിട്ടുള്ള ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ കഴിഞ്ഞ 42 വർഷക്കാലമായി ബഹ്റിൻ പ്രതിഭ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള സാംസ്കാരിക രംഗത്ത് വലിയ ഇടപെടലുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, ഇവിടെ ജീവസന്ധാരണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള മനുഷ്യർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെയുണ്ട്. ആവശ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും അവരുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, ഇതിലൊക്കെ തന്നെ പങ്കുചേർന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നൊരു ബാധ്യത കൂടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, പിണറായിയുടെ ഗവൺമെൻറ് പ്രവാസികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലോക കേരള സഭയാണ്. ആ ലോക കേരള സഭയിൽ അംഗമാണ് ഞാൻ. 2018 ലോക കേരള സഭ രൂപീകരിച്ചത് മുതൽ ഇപ്പോഴും ആ ലോക കേരള സഭയിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളിവിടെ 3 പേര് ബഹ്റിൻ പ്രതിഭയുടെ തന്നെ പ്രതിനിധികളായിട്ടുണ്ട്. സുബൈർ കണ്ണൂരുണ്ട്, അതുപോലെ തന്നെ സയ്യിദുണ്ട്, ഞാനുണ്ട്. അങ്ങനെ ഞങ്ങൾ 2-3 പേര് ഇവിടെ പ്രതിഭയുടേതായിട്ടുള്ള ആളുകൾ തന്നെയുണ്ട്. അപ്പോൾ ലോക കേരള സഭ നിലവിൽ വന്നതിന് ശേഷം പ്രവാസികളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങളിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ലോകത്താകമാനമുള്ള മലയാളികളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ലോക കേരള സഭയ്ക്ക് സാധിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുകയാണ്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പൊതുവായ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് ഈ ലോക കേരള സഭ മെമ്പർമാരായ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുന്നു. പലപ്പോഴും നമ്മുടെ നാട് നേരിടുന്ന പ്രതിസന്ധികൾ, വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം, അതുപോലെ പ്രളയം തുടങ്ങിയിട്ടുള്ള, അതുപോലുള്ള കോവിഡ് തുടങ്ങിയിട്ടുള്ള കാലത്തൊക്കെ തന്നെ നല്ല നിലയിൽ കേരളത്തെ സഹായിക്കുന്നതിന് വേണ്ടി പ്രവാസികളെ സംഘടിപ്പിക്കുന്നതിന് ഈ ലോക കേരള സഭയ്ക്ക് അതിൻ്റെ മെമ്പർമാരെന്നുള്ള നിലയിൽ ലോകത്താകമാനമുള്ള ആളുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ നിലയിൽ മലയാളികളെ ആകെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന്
നമ്മുടെ നാടിൻ്റെ പിന്നെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും അതുപോലെ തന്നെ പ്രവാസികളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഈ ലോക കേരള സഭയിലൂടെ സാധിക്കുന്നു എന്നതും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പ്രവാസികൾക്ക് സാധിക്കുന്നു. പ്രവാസികൾ അതിൻ്റെ പിന്നെ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടിൻ്റെ സാംസ്കാരികമായ പൈതൃകവും നമ്മുടെ നാടിൻ്റെ മഹിമയും മഹത്വവുമെല്ലാം തന്നെ ഇവിടെയുള്ള പ്രവാസികളിൽ സന്നിവേശിപ്പിച്ച് നമ്മുടെ നാടിൻ്റെ പേരും പെരുമയും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി സാധിക്കുക എന്നതാണ് ഈ സാംസ്കാരിക പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.